സ്റ്റുഡൻസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ 4th ചാപ്റ്റർ, അതായത് തീം ബിയുടെ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ചാപ്റ്ററാണ് ടൈം ലൈൻ ആൻഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ഇതിൽ നമ്മൾ പറയുന്നത് ഇവിടെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാതെ EH കാൾ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിങ്ങാണ്, അതായത് ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ the present and the past, between the society of today and the society of yesterday. അതായത് അൺഎൻഡിങ് ഡയലോഗാണ്, അതായത് ഒരിക്കലും തീരാത്ത സംഭാഷണങ്ങളാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഏതുമായിട്ടുള്ളത്? ഇന്നും പഴയ കാലങ്ങളുമായിട്ട്, അതായത് ഇന്നലത്തേതും ഇന്നത്തേതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാര്യങ്ങൾ ഇന്നത്തെ സമൂഹം മനസ്സിലാക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. വി ക്യാൻ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ഓൺലി ദ ലൈറ്റ്സ് ഓഫ് ദ പാസ്റ്റ്. പഴയ കാലത്തെക്കുറിച്ച് നമുക്ക് നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റൂ. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൻ്റെ പിക്ചറാണ്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. ഇവിടെ ഒരുപാട് പഴയ കോയിൻസ്, ഓർണമെൻറ്റ്സ്, പിക്ചേഴ്സ് ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ഹൗ ഡു വി മെഷർ ഹിസ്റ്റോറിക്കൽ ടൈം, അതായത് ചരിത്രപരമായ സമയം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്. വേറൊന്ന്, ഹൗ ക്യാൻ വേരിയസ് സോഴ്സസ് ഹെൽപ്പ് ദ അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി. നമ്മുടെ ഈ ചരിത്രം മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സസ് ആണ്, എന്തൊക്കെ ഉറവിടങ്ങളാണ്, ബുക്കാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ നമ്മൾ ഈ പഴയ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. ദെൻ ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് ലിവിങ്, പണ്ടത്തെ മനുഷ്യരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ഇതിൽ ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഹൗ ഡു വി മെഷർ ഹിസ്റ്റോറിക്കൽ ടൈം എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നോക്കാം. ഹൗ ഡു വി ലേൺ അബൌട്ട് ദ പാസ്റ്റ്, എങ്ങനെയാണ് പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ്. വാട്ട് ഈസ് ദ ഏർലിയസ്റ്റ് മെമ്മറി യു ക്യാൻ റിക്കലക്ട്. ഡു യു റിമെമ്പർ ഹൗ ഓൾഡ് യു വെയർ അറ്റ് ദ ടൈം. ദോസ് മെമ്മറീസ് together are part of your past, maybe going for 5 or 6 years back. അതായത് നിങ്ങളുടെ ഓർമ്മ എന്നു മുതലാണ് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത്. നമുക്കറിയാം, ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാകും, ഒരു 12 ഇയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം 12 ഇയേഴ്സ് ഉണ്ടെങ്കിൽ 10 or 12 ഇയേഴ്സിന് തൊട്ട് പുറകിലായിട്ടൊരു 4-5 വയസ്സ് സമയമുള്ള കാലങ്ങൾ വരെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മ ഉണ്ടാവും അല്ലേ. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഹൗ ഡു യു തിങ്ക് അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ് വിൽ ഹെൽപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് വേൾഡ്. ഇനി നമുക്ക് ചോദിക്കേണ്ടത്, ഈ പഴയ കാര്യങ്ങൾ, പഴയ സംഭവങ്ങൾ ഈ പുതിയ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഹിസ്റ്ററി ദ സ്റ്റഡി ഓഫ് ദ ഹ്യൂമൻ പാസ്റ്റ്. എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹിസ്റ്ററി എന്നാണ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പാസ്റ്റ്, നമ്മുടെ മനുഷ്യൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഭൂതകാലം എന്ന് പറയുന്നത് ഓൾഡൻ ഡേയ്സിനെ കുറിച്ചുള്ള പഠനം. ഹൗ വിൽ ഡിസ്കവർ ദ സയൻസ് ദാറ്റ് ദ എർത്ത് ഹാസ് വെരി വെരി ലോങ് ഹിസ്റ്ററി ആൻഡ് ഓഫ് ഈച്ച് ദ ഹ്യൂമൻസ് ഓക്കുപ്പൈ ഓൺലി എ ടൈനി പാർട്ട്, ദ മോസ്റ്റ് റീസെൻറ്റ് വൺ. നമ്മൾ ഈ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ ഇതിനെക്കുറിച്ച് ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങുന്നത്. പക്ഷെ നമുക്കറിയാം, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് നമ്മൾ മനുഷ്യർ വളരെ റീസെൻ്റായിട്ട് ഈ ഭൂമിയിലുണ്ടായിരുന്ന പക്ഷേ ഇതിനൊക്കെ മുന്നേ ഒരുപാട് ജീവജാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കി, ഇവിടെ 3 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലൂ, ഒരു ലൈറ്റ് ബ്ലൂ, ദെൻ ഒരു ഡാർക്ക് ബ്ലൂ, ദെൻ ഗ്രീൻ. ഇതിൽ ഈ ലൈറ്റ് ബ്ലൂ ബില്യൺ ഇയേഴ്സ് എഗോ. ബില്യൺ എന്ന് പറഞ്ഞാൽ ശതകോടി, അതായത് 100 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മില്യൺ, ദശലക്ഷം, ഒരു 10 ലക്ഷം വർഷങ്ങൾ എന്നുള്ള അർത്ഥമായിരുന്നു. പിന്നെ ഈ ഗ്രീൻ കളർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം. പക്ഷേ ഇവിടെ ഈ പിക്ചർ കാണുമ്പോൾ അറിയാം, മില്യൺ ഇയേഴ്സ് എഗോ, അതായത് 4.34 മില്യൺ ഇയേഴ്സ് എഗോ എർത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഭൂമി ഉണ്ടായി എന്ന് പറയുന്നത്. അതിനുശേഷം ആദ്യം ഫസ്റ്റ് സെൽ ഉണ്ടായി, ആദ്യത്തെ ജീവൻ്റെ സെൽ, കോശങ്ങൾ ഉണ്ടായി. അതിനുശേഷം അറ്റ്മോസ്ഫറിക് ഓക്സിജൻ 2.33
ബില്യൺ ഇയേഴ്സ് എഗോയിലാണ്, അതായത് 2.33 ബില്യൺ ഇയേഴ്സ് എഗോയിലാണ് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ഉണ്ടായത്. പിന്നെന്താ ഉണ്ടത്? ബാക്ടീരിയാസ് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് എന്താണ് പിന്നെ ഇങ്ങോട്ട് വരുന്നതെല്ലാം മില്യൺ ഇയേഴ്സിലാണ്. എന്തൊക്കെയാണ് മില്യൺ ഇയേഴ്സിലൊന്ന്? ഫംഗി, സ്പോഞ്ചസ് ആൻഡ് ഫംഗീസ്, കോറൽ റീഫ്. കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ എന്താ? പവിഴപ്പുറ്റുകൾ. ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? മില്യൺ ഇയേഴ്സ് ഒക്കെ. അപ്പോൾ 700 മില്യൺ അവിടെ ഉണ്ടോ? 500 മില്യൺ അവിടെ തന്നിട്ടുണ്ട്. ഈ വർഷങ്ങളിലൊക്കെയാണ് ഈ പവിഴപ്പുറ്റുകളും ഭംഗിയും, അല്ലേ? ഭംഗി എന്ന് പറയുന്നത് അല്ല, ഫംഗസ് ഇതൊക്കെ ഉണ്ടായത്. ബാക്ടീരിയ അപ്പോൾ അതിന് മുന്നേ ഉണ്ടായ ജീവിയാണ്. ബാക്ടീരിയ ഒരു യൂണിസെല്ലുലാറാണ് കേട്ടോ, ഏകകോശ ജീവിയാണ്. ദെൻ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നട്ടെല്ലുള്ള ജീവൻ. അതിനുശേഷമാണ്, അതായത് കോറൽ റീഫൊക്കെ ഉണ്ടായ ശേഷമാണ് വെർട്ടിബ്രേറ്റ്സ് ഉണ്ടായത്, നട്ടെല്ലുള്ള ജീവികൾ ഉണ്ടായത്. അതായത് നട്ടെല്ലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബാക്ക് ബോൺസ് ഉള്ള ജീവികൾ ഉണ്ടായത്. പിന്നെ ഇൻസെക്ട്സ്, ആംഫീബിയൻസ്, ഇതിങ്ങനെ ഓരോന്നും, ഷാർക്ക് ഉണ്ടോ, റെപ്റ്റൈൽസ്, ദിനോസേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു മില്യൺ ഇയേഴ്സ് ഒക്കെയിൽ ഉണ്ടായതാണ്. ബേർഡ്സ്, മാമൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന്. അതായത് റീപ്രൊഡ്യൂസ് ചെയ്യും, അതായത് ആനിമൽസ് ഗിവിങ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഗിവ് മിൽക്ക് ടു ദം. അതായത് അവർക്ക് പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന ആനിമൽസിനെ പറയുന്ന പേരാണ് മാമൽസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് ഒക്കെ മാമൽസിൽ പെടുന്നതാണ്. കൗവ്, ഇതൊക്കെ ഡോഗ്, കിറ്റൺ, ക്യാറ്റ്, ഇതെല്ലാം എന്താണ്? മാമൽസിൽ പെടുന്നതാണ്. പിന്നെ അതിന് ശേഷം ഫ്ലവേഴ്സും ബീസും ഉണ്ടായി. ഇനി പിന്നെ ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ഇത് പറയുന്നത് നോക്കി, 1 crore years, 1 കോടി വർഷം മുമ്പാണ് പ്രിമേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ആദിമ മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടായത്. അതിനുശേഷം ഓരോ 10 ലക്ഷം വർഷം മുമ്പ് നമ്മൾ തീ കണ്ടുപിടിച്ചു, അതായത് ഫയർ. അതിന് ശേഷം നമ്മുടെയൊക്കെ എന്താ പറയുന്നത്, പൂർവികരെന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ്, ഇന്ന് കാണുന്ന ഹ്യൂമൻ ബീങ്സിൻ്റെ പൂർവികരെന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായി. അതിനുശേഷം എന്താണ്? 6500 ഇയേഴ്സിനെഗോ ആണ് നമ്മൾ എഴുത്തും വായനയും കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഒരു നമ്മുടെ എർത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ലൈനാണ്. അതായത് അത് എർത്ത് ഭൂമി ഉണ്ടായി, അതിനുശേഷമുള്ള പല പല കാര്യങ്ങൾ ഗ്രാജുവലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. ഇനി എന്താണെന്നുള്ളതാണ് ഈ ആൾക്കാർ പഠിക്കുന്നതിനെ കുറിച്ച്, ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. മെനി പീപ്പിൾ സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് എർത്ത്. സം ഓഫ് ദം ആർ ട്രെയിൻഡ് ടു അൺകവർ ദ സീക്രട്സ് ഓഫ് ലൈഫ് ബിനീത്ത് ദ എർത്ത് സർഫസ് ആൻഡ് ഹെൽപ്പ് us ലേൺ അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ഓൾസോ അവർ പാസ്റ്റ്. ഈ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ചരിത്രം പഠിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയെക്കുറിച്ച്, അതായത് ഭൂമിയിൽ എന്തൊക്കെ ബാക്കി വന്നിട്ടുണ്ട്, പഴയ ആൾക്കാർ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ബാക്കി എന്തുമാത്രം വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സർഫസിലും ഭൂമിക്കടിയിലും ഒക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുന്ന ആൾക്കാരിൽ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് കേട്ടോ. ആദ്യം പറയുന്നത് ജിയോളജിസ്റ്റിനെ കുറിച്ചാണ്. രണ്ടാമത് പാലിയന്റോളജിസ്റ്റ്, ദെൻ ആന്ത്രപ്പോളജിസ്റ്റ്, പിന്നെന്താണ് ആർക്കിയോളജിസ്റ്റ്. ഇവരോരോരുത്തരും ഓരോ രീതിയിലാണ് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ജിയോളജിസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് ലൈക്ക് സോയിൽ, സ്റ്റോൺസ്, ഹിൽസ്, മൗണ്ടൻസ്, റിവേഴ്സ്, സീസ്, ഓഷ്യൻസ് ആൻഡ് അതർ സച്ച് പാർട്ട് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ജോഗ്രഫിക്കൽ, അതായത് മണ്ണ്, കുന്നുകൾ, കല്ല്, റിവേഴ്സ്, സീസ്, സമുദ്രങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പാലിയന്റോളജിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റിമെയിൻസ് ഓഫ് ദ പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻസ് ഫ്രം മില്യൺസ് ഓഫ് ഇയേഴ്സ് ദ ഫോം ഓഫ് ഫോസിൽസ്. ഫോസിൽസിനെ കുറിച്ച്, ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈനിങ് ഓഫ് ദ ആനിമൽസ് മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവയെല്ലാം മണ്ണിനടിയിലായി കഴിയുമ്പോൾ അതിൻ്റെ ഫോസിൽസ് എല്ലൊക്കെ ബാക്കിയായിട്ട് വരുന്നു. ഒത്തിരിയും വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഫോസിൽസിനെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജിസ്റ്റുകൾ നടത്തുന്നത്.
എന്താ ഫോസിൽസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇംപ്രഷൻസ് ഓഫ് ഫുട് പ്രിൻറ്റ്സ് ഓഫ് ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ഓർ ആനിമൽസ്, അതായത് ഫുട് പ്രിൻറ്റ്സ്, പിന്നെ എന്താ പാർട്ട് ഓഫ് ദ ആനിമൽസിൻ്റെ ശരീരഭാഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ആർ ഫൗണ്ട് പ്രിസർവ്ഡ് വിതിൻ ലെയേഴ്സ് ഓഫ് ദ സോയിൽ ഓർ റോക്സ്, അതായത് റോക്സിലോ സോയിലിലോ ഒക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും ഈ ആനിമൽസിൻ്റെയൊക്കെ. അതാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. ആന്ത്രപ്പോളജിസ്റ്റ്, പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, അവരുടെ പേരാണ് ആന്ത്രപ്പോളജിസ്റ്റ്. അവരെന്താ സ്റ്റഡി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഫ്രം ദ ഓൾഡസ്റ്റ് ടൈം ടു ദ പ്രസൻറ്റ്, പണ്ട് മുതൽ ഇപ്പം വരെയുള്ള ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ച്, മനുഷ്യരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നത്. അതായത് സൊസൈറ്റിയെക്കുറിച്ച്, പണ്ടുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു സൊസൈറ്റിയിൽ ജീവിച്ചിരുന്നത്, സമൂഹത്തിൽ അവരെങ്ങനെയായിരുന്നു, ഇന്നത്തെ ആൾക്കാരെങ്ങനെ, അങ്ങനെ ഒരു സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണ് ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആർക്കിയോളജിസ്റ്റ്. ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ബൈ ഡിഗിങ് അപ്പ് റിമെയിൻസ് ഓഫ് ദ പീപ്പിൾ, plants, animals left behind, such as tools, pots, beads, figurines, toys, bones and teeth of animals, humans, burned grains, part of houses or bricks, among others. ഇനി ഈ ആർക്കിയോളജിസ്റ്റുകളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ മണ്ണിനടിയിലുള്ള കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, ഇപ്പം പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മണ്ണിനടിയിലായിപ്പോൾ. അപ്പം ഇങ്ങനെ കുഴിച്ചിട്ട് അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ, അവരുപയോഗിച്ചിരുന്ന കോയിൻസ്, അവരുപയോഗിച്ചിരുന്ന വീടുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്സ്, റോക്സ്, ഇതിനെക്കുറിച്ചുള്ള വുഡ് ഏതൊക്കെ തരത്തിലുള്ള, പിന്നെ മെറ്റൽസ്, ഓർണമെൻറ്റ്സ്, കോയിൻസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. പിന്നെ അതുപോലെ ഇവരുടെ റിമൈനിങ്സ് അവരവിടെ നഷ്ടപ്പെടുത്തി ഇട്ടിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുക. ഇതൊക്കെയാണ് ആർക്കിയോളജിസ്റ്റിൻ്റെ ജോലി. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്ന എന്താണ്, പാസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹൗ ഈസ് ടൈം മെഷറിങ് ഇൻ ഹിസ്റ്ററി? ഒരു ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഒരു സമയം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്, സമയം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Each society and culture has its own way of measuring time. Major events such as birth of important persons or the start the ruler's reign have often marked the beginning of a new era. പിന്നെ ഒരു വേർഡ് ഇവിടെ നമ്മൾ കണ്ടത് നോക്കി, ഫിഗുറൈൻസ് എന്നൊരു വേർഡ് നമ്മളിവിടെ കണ്ടോ. ഇത് സ്റ്റാച്യൂസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, മറക്കല്ലേ. ബാക്കിയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. പോട്ടെ. ഹൗ ഈസ് ടൈം മെഷർഡ് ഇൻ ഹിസ്റ്ററി? ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ടൈം മെഷർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരുന്നു ചരിത്രം രേഖപ്പെടുന്നത്. പക്ഷേ ചില സമയത്തെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ജനനമാണ് ഒരു പ്രത്യേക കാലയളവായിട്ടായിരുന്നു. മറ്റ് ചിലയിടത്തെന്ന് പറയുന്നത് ഏതെങ്കിലും രാജാക്കന്മാരുടെ ഭരണ കാലഘട്ടത്തിനെ ആയിരിക്കും ഒരു പ്രത്യേക ഏറയായിട്ട്, അല്ലെ ഒരു പ്രത്യേക കാലഘട്ടമായിട്ട് കാണുന്നത്. എന്താ ഏറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റിങ്ക്റ്റ് പീരീഡ് ഓഫ് എ ടൈം, ഒരു പ്രത്യേക കാലയളവിനാണ് നമ്മൾ ഏറ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. എന്താണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, the calendar now used in the world over, it is 12 months adding up to 365 days. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ 365 ദിവസമുള്ള 12 മാസമുള്ള കലണ്ടർ. ആൻഡ് ലീപ്പ് ഇയർ എവരി 4 years, ഓരോ 4 വർഷം കൂടുമ്പോഴും ഒരു ലീപ്പ് ഇയർ, അതായത് 366 ദിവസം വരും. However, century years, for example 1800, 1900, 2000 are leap years only if they are multiples of 400. So in the three centenary years about only 2000 is a leap year. ഏതൊക്കെയാണ് ലീപ്പ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് 2000 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ 400ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. Then side by side, Hindu, Muslim, Jewish, Chinese and other calendars are also used for calculating dates, festivals and other auspicious events. അതായത് എല്ലാ മതക്കാരും അവരുടെ എല്ലാ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫെസ്റ്റിവൽസൊക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ കലണ്ടർ യൂസ് ചെയ്യുന്നതാണ്. നമുക്കറിയാമല്ലോ, ഇസ്ലാം മതക്കാർ അവരുടേതായിട്ട്, ഹിന്ദു മതക്കാർ അവരുടേതായിട്ട്, അങ്ങനെ ഓരോ മതത്തിനും അടിസ്ഥാനത്തിൽ കലണ്ടേഴ്സ് ഉണ്ട്.
In the verse, the conventional year of for Jesus Christ's birth has generally been taken to be the starting point for the calendar. Years are counted forward from this point and used to mark it as AD, an abbreviation for a Latin phrase that refers to the years after Jesus' birth. യേശുക്രിസ്തുവിൻ്റെ ജനനശേഷമാണ് എ ഡി എന്ന വാക്ക് നമ്മൾ ആനോ ഡൊമിനി എന്നാണ് അർത്ഥം. ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന അർത്ഥത്തിലാണ് എ ഡി പറയുന്നത്. അപ്പോൾ ആ ഒരു സമയമാണ് നമ്മൾ സാധാരണയായിട്ട് വെസ്റ്റിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കലണ്ടർ എന്ന് പറയുന്നത്. ഹവർ ദിസ് ഈസ് നൗ കോൾഡ് കോമൺ എറ ഓർ സി അക്രോസ് ദ വേൾഡ്. അതായത് ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനന സമയത്തിന് ശേഷമുള്ളത് എ ഡി എന്നാണെന്ന് പറഞ്ഞല്ലോ. അതിനെ നമ്മൾ CE എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കോമൺ എറ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1947 the year India gained independence can be written as 1947 AD. Sometimes AD 1947 or 1947 CE. കോമൺ എറ അല്ലെ ആനോ ഡൊമിനി എന്ന അർത്ഥം വരുന്ന AD യോ CE ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. സിമിലർലി the years before the conventional date of the birth of Jesus are counted backward and used to mark it BC, before Christ. They are now called before common era, BCE. For example, 560 BCE is an approximate year of birth of Gautama Buddha. ഇനിയും ഈ എ ഡിക്ക് മുന്നേ ഉള്ളത്, അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് തൊട്ട് മുന്നേ ഉള്ളത് ബിഫോർ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള രീതിയിൽ എന്താണ് BC എന്ന് പറഞ്ഞു ആദ്യമൊക്കെ. പക്ഷേ പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നത് BCE എന്നാണ്, അതായത് ബിഫോർ കോമൺ എറ. എ ഡി എന്നുള്ളത് കോമൺ എറ എന്ന് പറയുന്നത് കൊണ്ട് BCE ബിഫോർ കോമൺ എറ എന്നർത്ഥത്തിലാണ് ജീസസ് ക്രൈസ്റ്റിന് മുമ്പുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുമ്പുള്ള സമയം അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുമ്പോൾ 560 BCE ജനിച്ച ആളാണ് ഗൗതമ ബുദ്ധ. ബുദ്ധനെക്കുറിച്ച് അറിയാമല്ലോ, അദ്ദേഹം ക്രിസ്തുവിന് മുന്നേ ജനിച്ച ആളാണ്. 560 വർഷം മുമ്പ് അദ്ദേഹം ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഗൗതമ ബുദ്ധൻ്റെ ജനനം എന്ന് പറയുന്നത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിന് മുമ്പ് 560 ഇയേഴ്സിന് മുന്നിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട്, നോക്കിയേ. ബിഫോർ കോമൺ എറയ്ക്ക് ഇതിന് ശേഷം 40,000 BCEയിലാണ് ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് റോക്ക് ആർട്ട് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ റോക്ക് ആർട്ട് ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം ഐസ് ഏജ്, പിന്നെ 14,000 BCE. ഇങ്ങനെയാണ് ഒരു ടൈം ലൈൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയുന്നതാണ്. Such calculations are simple, but there is a catch. In the Gregorian calendar, there is no year 0. The year 1 CE follows immediately the year 1 BCE. Draw a simple timeline marking every year from 2 BCE to 2 CE. You will see that because the absence of a year 0, only 3 years have been passed between those two dates. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ടൈം ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, അതായത് BCE നമുക്ക് കുറഞ്ഞു വരുന്നത് കേട്ടോ. BCE ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജന്മം ഇവിടെ ആയിരുന്നു എങ്കിൽ ഇവിടെയാണ്, അതായത് ഇവിടെ നിന്നാണ് നമ്മൾ കോമൺ എറ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഉള്ള സമയം എന്ന് പറയുന്നത് BCE 1 ആണ്. അപ്പോൾ ഇതിന് പുറകെയായിട്ട് നമ്മൾ 2 BCE, then 3 BCE. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ 1ൽ നിന്നും ഈ BCE ഇങ്ങോട്ട് പോകുന്നത് ഒരു ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്പർ. കോമൺ എറ ആണെങ്കിൽ 1ൽ നിന്നാണ് തുടങ്ങുന്നത്. 1, 2, 3, 4 എന്നാണ് കോമൺ എറ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 1 BCE എന്ന് പറഞ്ഞാൽ പിന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനവും CE 1 എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 0 ഇല്ല. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് പഠിക്കുന്നുടനെ, മാത്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു 0 ഉണ്ട്, അതിനിങ്ങോട്ട് പോസിറ്റീവ് നമ്പറും ഇതിന് ശേഷം ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പറുമാണ്
അല്ലേ? ഇപ്പോൾ ഇവിടെ -1, -2, -3 എന്നായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ അതിനിടയ്ക്ക് 0 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് കൂടെ ഉണ്ട്. ഇവിടെ പോസിറ്റീവാണ് 1, 2, 3, 4 എന്നുമാണ് വരുന്നത്, അല്ലേ? ഇത് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുക ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ -1, -2, -3 എന്ന് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും. പക്ഷേ ഇവിടെ നമ്മൾ ഇയറിനെ കുറിച്ച് പറയുമ്പോൾ ഈ 0 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ടൈം ലൈനിലില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സോ ദ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ബിറ്റ്വീൻ BCE ഡേറ്റ് ആൻഡ് CE ഡേറ്റ്. യു ഷുഡ് ആഡ് ദം ബട്ട് സബ്സ്ട്രാക്ട് 1 ഇൻ ദ എബോവ് കേസ്. അതായത് ഇപ്പോൾ 2 വർഷങ്ങൾ തമ്മിലുള്ള കാലയളവ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ 2 കാലയളവ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ടോട്ടൽ ഡിഫറൻസിൽ നിന്നും ഒരെണ്ണം കൂടെ ഒരു ഇയർ കുറയ്ക്കേണ്ടി വരും. ആ 2 എണ്ണവും ആഡ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക്, അതായത് ഒരു ഇയർ, കാര്യം എന്താണ്, 0 ഇല്ല എന്നൊരു കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പ്രാക്ടീസ് ഫ്യൂ എക്സാമ്പിൾ. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, BC ഡേറ്റ് ആൻഡ് യു ഷുഡ് ആഡ് ദം ബട്ട് സബ്സ്ട്രാക്ട് 1 ഇൻ ദ എബോവ് കേസ്. അതായത് 2 BCയും 2 CEയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 2 BCയിൽ നിന്ന് 2 CEയിലേക്ക് വരുന്നത്. അപ്പം 2 BCE എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്. അപ്പോൾ ഈ 2 BC എന്ന് പറയുന്നത് ഇവിടെ 1 BCE, ഇവിടെ 2 BCE, ശരിയല്ലേ? അടുത്ത 2 CE എന്നാണ് പറയുന്നത്. 2 CE എന്ന് പറയുമ്പോൾ ഇത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനം മുതൽ നമ്മൾ 1 CE, അടുത്തത് 2 CE. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ വരേണ്ടത് ഇതിനിടയ്ക്ക് ഒരു 0 ഇല്ല എന്നതുകൊണ്ട് ഇപ്പോൾ ഈ 2 + 2 4, 4 - 1 3 എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള നമ്മൾ അങ്ങനെയല്ലേ, 1, ഇവിടുന്ന് ഇവിടെ വരെ 2, ഇവിടുന്ന് ഇവിടെ വരെ 3. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഈ 2 എണ്ണം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 2 + 2 -1 എന്നാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നോക്കിയോ, ഒരു 4 BCE ആണെന്ന് വെച്ചോ, 1, 2, 3, 4. 4 BCE ആണെന്ന് വെച്ചോ. ഇവിടെ എന്നാൽ 1, 2, 3, 4 4 CEയുമാണെന്ന് വിചാരിക്കും. ഇത് തമ്മിലുള്ള വർഷങ്ങളുടെ ഒരു നോക്കുന്നുണ്ടെങ്കിൽ 4 + 4 8 - 1 എന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രയായി? 7 ഇയേഴ്സ് എന്ന് വരും. നോക്കിയേ, 1, 2, 3, 4, 5, 6, 7 ഇയേഴ്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് തനിയെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പ്രാക്ടീസ് ഫ്യൂ എക്സാമ്പിൾസ്. ആൻഡ് ഫോർ എക്സാമ്പിൾ, ടു റിട്ടേൺ ടു ദ ക്വസ്റ്റ്യൻ അബൌട്ട് ബുദ്ധ, സപ്പോസ് we are now in the year of 2024 CE. Then Buddha was born in 560 BCE ആണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ്, BCE. സോ എങ്ങനെയാണ് എത്ര വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചതെന്ന് അറിയണമെങ്കിൽ 560 + 2024 -1 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഇവിടെ നമുക്ക് വേറൊരു ടൈം ലൈൻ തന്നിട്ടുണ്ട്. നോക്കിയേ, എൻഡ് ഓഫ് ലാസ്റ്റ് ഐസ് ഏജിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഒരു ടൈം ലൈനിൽ. അപ്പോൾ ഐസ് ഏജിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ 2000 BCE ആണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നു ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് ബിഗിനിങ് ഇൻ അഗ്രികൾച്ചർ, അതായത് കൃഷിയൊക്കെ ഉണ്ടായത് ഈ 8000 BCEയിലാണ് കേട്ടോ. പിന്നെ ഇവിടെ പോട്ടറി ടെക്നോളജി, കലം ഉണ്ടാക്കുന്ന സമയം എന്ന് പറയുന്നത് BCE 6000. ഇത് ഓർത്തോണം, ഇത് BCE ആണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ്, ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് മുന്നേ. ദെൻ ബിഗിനിങ് ഓഫ് കോപ്പർ മെറ്റലർജി, ചെമ്പിൻ്റെ കണ്ടുപിടുത്തം. പിന്നെ ഇൻഡസ്, സരസ്വതി സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചും നമ്മൾ ഇനിയും കൂടുതൽ പഠിക്കുന്നുണ്ട് കേട്ടോ. സിവിലൈസേഷനാണത് ആ സമയം. പിന്നെ ഇവിടെയാണ് ബർത്ത് ഓഫ് ബുദ്ധ, നമ്മൾ പറയുന്ന 560 BCE എന്ന് പറയുന്നത്. അതിനുശേഷം ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നോക്കിയേ, ഗൗതമ ബുദ്ധൻ്റെയും അശോകയുടെയും ജന്മം, അതായത് അവരുടെ ആ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു ചെറിയൊരു കാലയളവിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നമുക്കറിയാം അശോക എന്ന് പറയുന്ന ആൾ ഗൗതമ ബുദ്ധയുടെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഒരു വലിയ ഡിവോട്ടി ആയിരുന്നു. ദെൻ നമ്മൾ 2000 CE എന്ന് പറയുന്ന
ക്രിസ്ത്യൻ എറ, അതായത് കോമൺ എറ. വി ആർ ഹിയർ, നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഹിസ്റ്ററിയുടെ ടൈം ലൈൻ അനുസരിച്ച് ഇവിടെയാണ് ഇപ്പം നമ്മൾ. ഇനി എ ടൈം ലൈൻ ഈസ് എ കൺവീനിയൻറ്റ് ടൂൾ ടു മാർക്ക് സച്ച് ഇവൻറ്റ്സ് ആസ് ഇറ്റ് ഷോ സീക്വൻസ് ഓഫ് ഡേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ് കവറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പ്രത്യേക കാലയളവിലെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് റൺസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ഹ്യൂമാനിറ്റി ടു ദ പ്രസൻറ്റ് വിത്ത് എ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ്. ഇത് ചെയ്യുന്നത് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ പഴയ കാലം മുതൽ ഇപ്പോൾ വരെ, അതായത് ഈ സമയം വരെ എന്തൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? ഈ ഒരു നമ്മളിപ്പോൾ കണ്ട ടൈം ലൈൻ തന്നെ നോക്കിയോ. ഇത് വളരെ ഷോർട്ടായിട്ട് ഗൗതം ബുദ്ധയുടെ ഒരു 560 BC ആയിരുന്നു. അതിനുശേഷം അശോക, ജീസസ് ക്രൈസ്റ്റിൻ്റെ വരുമ്പോൾ അവിടെ മുതൽ C1 ആണ്. ഇതൊന്നും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഈ ടൈം ലൈൻ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. ഇതിങ്ങനെ വരച്ച് നമുക്കൊരു 3-4 മീറ്റർ വരച്ചാൽ പോലും കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ ആ ഒരു ഗൗതമ ബുദ്ധൻ്റെ ജനനവും ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനവും ഇവിടെ കണ്ടോ കാണിച്ചേക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സമയം, ഇത് നമ്മുടെ ഫ്യൂച്ചറാണ്. ഇപ്പോൾ 2024 നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചറാണ് ഇനിയത്തെ ടൈം ലൈനിൽ എന്താണെന്ന് നമുക്ക് കാണിക്കുന്നത്. സോ എ ടൈം ലൈൻ ഓൾസോ ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡിങ് ദ ഓർഡർ ഇൻ വിച്ച് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്. ഫോർ എക്സാമ്പിൾ, ഈവൻ വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ ഡേറ്റ്സ് യു ക്യാൻ നൗ സീ ദാറ്റ് ദ ബർത്ത് ഓഫ് ബുദ്ധ ഓക്കേഴ്സ് ബിഫോർ ജീസസ്. അതായത് ഇങ്ങനെയുള്ള ടൈം ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട. ഇപ്പോൾ ഈ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമ്മളിപ്പം 2000 ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് മുന്നേ ആണ് ബുദ്ധൻ്റെ ജനനം എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഒരു ഡെക്കേഡ്, പീരീഡ് ഓഫ് 10 years വി ഓഫൺ യൂസ് അതർ ടൈംസ്. നമ്മൾ ഡെക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തെ ഒരുമിച്ച് നമ്മൾ 1 ഡെക്കേഡ് എന്ന് പറയും. അതുപോലെ നമ്മൾ സാധാരണ പറയുന്നതാണ് സെഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 years എന്നാണ് പറയുന്നത്. 100 വർഷം, അതിനെ നമ്മൾ സെഞ്ച്വറി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം ജീവിക്കുന്നത് 21st centuryയിലാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2001 മുതൽ 2100 വരെ 21st century എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം 21st centuryയിലാണ് ജീവിക്കുന്നത്. The centuries BCE are calculated beginning from the year 1 BCE and keep going back time. For example, the 3rd century BC would include 300 BCE to 201. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ 20th century, ഇപ്പോൾ 20th century എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 വരെ ഉള്ളൂ. 2000 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? 21st century എന്നാണ് പറയുന്നത്. 2001 മുതൽ നമ്മൾ എടുക്കുമ്പോൾ 21st century എന്നാണ്. അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞത്. ഇവർ 3rd century എന്ന് പറയുമ്പോൾ 3rd century എന്ന് പറഞ്ഞാൽ എവിടെ വരെ ഉള്ളൂ? 3rd century എന്ന് പറഞ്ഞാൽ 300 വരെ ഉള്ളൂ. അപ്പോൾ 301 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4th centuryയിലോട്ടാണ് 301 പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ മില്ലേനിയം, ഇറ്റ് ഈസ് എനി പീരീഡ് ഓഫ് 1000 years. 1000 വർഷം കൂടുമ്പോഴാണ് 1 millennium നമ്മൾ പറയുന്നത്. ഇൻ ഹിസ്റ്ററി സ്പെസിഫിക് സെഞ്ച്വറീസ് ആർ കൗണ്ടഡ് എവറി 1000 years ഫ്രം 1 year 1 CE. For instance, we are currently in the 3rd millennium CE. Begins 2001 CE and will go up to 3000 CE. നമ്മൾ സെഞ്ച്വറി പറഞ്ഞ പോലെ തന്നെയാണ് മില്ലിനിയം പറയുന്നത്. 1 മുതൽ 1000 വരെ എടുക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ്. ദെൻ 1001 മുതൽ 2000 വരെ വരുമ്പോൾ സെക്കൻഡ്. ദെൻ നമ്മൾ 2001 മുതൽ ഇങ്ങോട്ട് വന്ന് 3000 വരെ വരുമ്പോൾ നമ്മൾ ഏതാണ്? 3rd millennium. അപ്പം നമ്മളിപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 3rd millennium ആണ്. As with the centuries, millennium BC are also calculated beginning in the 1 BC as go backward. So the first millennium BC would include the year 1 BCE to 1000 BCE. In the timeline given on the page 60 to 63, can you mark the beginning of 8th millennium? ഇനി നമുക്ക് എത്ര വേണേലും ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐഡിയ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. Create a timeline stretching from 1000
900 CE to the current year in the place of the dates birth of your grandparents, parents. അതിപ്പം നമ്മളിപ്പം കണ്ടില്ലേ ഒരു ടൈം ലൈൻ. അപ്പം നമ്മൾ അതുപോലെ നമുക്കറിയാമല്ലോ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ ഒരു ജനനം എന്ന് പറയുന്നത് 1900 അടുത്തായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് എന്നൊക്കെ പറയുന്ന ഒരു 1900 ഒരു 50 അല്ലെങ്കിൽ ഒരു 60 എന്ന് വെച്ചോ. ഇതാണ് ഗ്രാൻഡ് പാരൻസിൻ്റെ ജനനസമയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ CE ആണ്, കോമൺ എറയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ പാരൻസിൻ്റെ ജനനം. നിങ്ങളുടെ പാരൻസിൻ്റെ ജനനം എന്ന് പറയുന്നത് ഒരു 1989 വല്ലതും ആയിരിക്കും, അല്ല 80 അങ്ങനെ ആയിരിക്കും. പിന്നെ പാരൻസ്, ഫാദർ, മദർ, പിന്നെ നിങ്ങളുടെ ജനനം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരുടെ ജനനം. ഇങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം ലൈൻ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പം നമ്മളിവിടെ വരച്ച പോലെ. ഡോണ്ട് മിസ് ഔട്ട്. ഡു യു നോ ദറ്റ് calendars have been traditionally made in India? Many Indian calendars relay the position of the sun and the moon, define the month of the year. And Panchanga is related to the astronomical date. For instance, precisely predict the events like solar and lunar eclipse, time for sunrise and sunset. Panchanga is still widely used in India. അതായത് ഇന്ത്യയിൽ നമ്മൾ സമയം കണക്കാക്കിയിരുന്ന അല്ലെ കലണ്ടേഴ്സ് എന്ന് പറയുന്നത് പഞ്ചാംഗങ്ങളായിരുന്നു. അതായത് സണ്ണിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻ അനുസരിച്ചായിരുന്നു ഈ പഞ്ചാംഗങ്ങൾ ഉണ്ടാക്കുന്നത്. സൺ എവിടെ നിൽക്കുന്നു, മൂൺ നിൽക്കുന്നു, അതിനനുസരിച്ചാണ് അവർ പഞ്ചാംഗങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആ കലണ്ടേഴ്സ് ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പഞ്ചാംഗങ്ങൾ കേട്ടോ. ഇനി അടുത്ത നമുക്ക് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.